ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നിപ്പോൾ ഞാനിതാ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അതിന് ഞാനിതാ 2-3 സബോള, പച്ചമുളക്, ഇഞ്ചി, കറുവേപ്പിൻ്റെ ഇല അതെല്ലാം ഞാനിതാ കട്ട് ചെയ്ത് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സബോള ഞാനിതാ നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാനിതാ വലിയ ജീരകമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മറ്റേ കൈ കൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. അതിൻ്റെ കുറച്ച് മിസ്റ്റേക്കൊക്കെ പറ്റുന്നുണ്ട്. മക്കളൊന്നും ക്ലാസ് വിട്ട് വരാനായിട്ടില്ല കേട്ടോ. അപ്പോൾ അവർ വരുന്നതിന് മുന്നേ കേട്ടോ ഞാൻ ഇത് ഉണ്ടാക്കി വയ്ക്കുന്നത്. പിന്നെ ഇതാ അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് നമുക്കിതിനെ നന്നായി ഒന്ന് തിരുമ്പിയെടുക്കണം കേട്ടോ. നന്നായി തിരുമ്പിയതിന് ശേഷം അതിലേക്ക് കുറച്ച് കടലപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. വെള്ളം ഒഴിക്കാതെ വേണം കേട്ടോ ഇതിന് കുഴച്ചെടുക്കാൻ. അങ്ങനെ കുറേശ്ശെ മാവ് ഇട്ടിട്ട് ഞാനിതാ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കയ്യിലെടുത്താൽ ഇതുപോലെ ഇങ്ങനെ ഉരുളയാക്കി കിട്ടണം കേട്ടോ. അത്രയും മാവ് നമ്മൾ ഇട്ടിട്ട് ഇങ്ങനെ ഇതുപോലെ കുഴച്ചെടുക്കണം. ഇനി നമുക്കിതിനെ പൊരിച്ചെടുക്കാം. അതിന് ഞാനിതാ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ചീനച്ചട്ടിയിൽ. ഇതാ എണ്ണ ചൂടായ ശേഷം അതിലേക്ക് ഇതാ കുറേശ്ശെ മാവിന് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കുകയാണ്. ഇനി നമുക്കിതിനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേവിച്ചെടുക്കാം. പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റ് വന്നാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് വന്നിട്ട് അത് കഴിക്കാൻ. അങ്ങനെ സ്നാക്സൊക്കെ ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്കത് അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ സ്നാക്സ് ഞാൻ എല്ലാം ഇതാ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്നാക്സ് ഇതാ റെഡിയായി. നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് വന്നിട്ട് അത് കഴിക്കാൻ കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റും ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ ഇനിയും വരാം. എല്ലാ കൂട്ടുകാർക്കും ബൈ. അസ്സലാമു അലൈക്കും.